ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ അതിന് ഞാൻ ഏതായാലും നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഒരുപാട് ഫോട്ടോസ് കണ്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ട്രെൻഡിങ് കഴിഞ്ഞ് ഏകദേശമൊക്കെ ടൈം ഔട്ട് ആയിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ഇനി ഇതറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത്. ഒന്നല്ല, നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്താവും, ഇപ്പോൾ ഒരു ഫോട്ടോ കാണാൻ കഴിയും. അതായത് ഇപ്പോൾ ഒരു ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കറുപ്പ് കോട്ടൊക്കെ ഇട്ട് ഒരു കണ്ണാടിയൊക്കെ ഇട്ടിട്ട്, കണ്ണാടി ഇടാതെ കുറേ ഉണ്ട്, തൊപ്പിയിട്ടുള്ള ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് ഫോട്ടോസ്. ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിൽ ഒരുപാട് പേര്, അല്ലെങ്കിൽ ടീംസായിട്ട് വരെ നമുക്ക് എഡിറ്റ് ചെയ്ത് അടിപൊളി പിക്ക്, ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അപ്പം ഇതിൻ്റെ രഹസ്യം, ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, ഇതിപ്പം ഇപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതിന് വ്യൂസൊക്കെ കിട്ടുമോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ തീർച്ചയായിട്ടും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. സോ ഇത് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്, ഒന്ന് നിങ്ങൾക്ക് അതുപോലെ ഒരു പിക്ചർ ഉണ്ടാക്കുക, ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രൊഫഷണൽ പിക്ചർ. രണ്ട് പ്രോംപ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലയണൽ മെസ്സിയോടൊപ്പം നിൽക്കാനുള്ള അവസരം. ഇപ്പം ലയണൽ മെസ്സിയോടൊത്ത് അവിടെ നെയ്മർ ഒക്കെ നിങ്ങളുടെ എഡിറ്റിങ്ങിനനുസരിച്ച് വരും. സോ മൂന്നാമത്തെ, നിങ്ങളൊരു കാറിന് മുന്നിൽ നിങ്ങൾ കാലൊക്കെ വെച്ച് ഒരു അടിപൊളി ഫോട്ടോ, മക്കളെ അടിപൊളിയാണ്. സോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോ ഇനി വരാൻ പോകണേ. ഇതുവരെ പലരും ഫോട്ടോ ഉണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഇതെങ്ങനെ നമുക്ക് പറഞ്ഞു തരാം, നമ്മുടെ ഫോട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നു. സോ ഇനി അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എഡിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇനി ഫോട്ടോസ് അയച്ചു തരട്ടെ അവർ. ഓക്കെ, അപ്പോൾ സോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ രണ്ട് പിക്ക്. സോ ഇത് ഞാനാണോ? സോറി. സോ ഇതെങ്ങനെ വെച്ചാൽ, എല്ലാവർക്കും അവരുടെ മുഖച്ചായ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പക്ഷെ ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇപ്പോൾ ലയണൽ മെസ്സിയോടൊപ്പം അതുപോലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ പിക്ക്, ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ. നമ്മുടെ പിക്ക് വരുന്നത് ഏകദേശം ഈ ഒരു ഗെറ്റപ്പിലാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക, അത് ഈ ഒരു പിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ChatGPT എടുക്കാം. നിങ്ങൾക്ക് ChatGPT സൈറ്റായിട്ട് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈറ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തൊരു ലോഗിൻ ചെയ്താൽ മതി. ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് എത്തണം. നിങ്ങളുടെ നെയിംസ്, ഗൂഗിൾ അക്കൗണ്ട്, കണ്ടിന്യൂ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസിൽ എത്തണം. എന്നിട്ട് ഈ ഒരു പ്ലസ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് കാണും. ഇതിൽ ആഡ് ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യണം. സോ അപ്പോൾ ഞാനൊരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏത് ഫോട്ടോ ആണോ വെക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ ലോഡ് ആവുന്നത് കാണാം. അതിനുശേഷം ഈ ടൈപ്പിങ്ങിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് എന്താവുക, ഒരു ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. സോ പറ്റുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കേണ്ട, ഞാൻ എന്താവുക നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് കറക്റ്റായിട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും താഴെ ഒരു ആരോ കീ കാണാം. സോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് നമുക്ക് എന്താവുന്നത്, ഫോട്ടോ കിട്ടുന്നത്. അപ്പോൾ പ്രോസസ്സിങ് എന്ന് കാണിക്കുന്നുണ്ട്. സോ അപ്പം പ്രോസസ്സിങ് ആണ്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇതിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളർ ചേഞ്ചിങ്, ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോ ചേഞ്ച് വരുന്നതാണ്. ഇനി മറ്റൊരു ഫോട്ടോ കൂടി നമ്മൾ ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ആ ഫോട്ടോ ആവുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ഫോട്ടോ പ്ലസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമ്മൾ അടുത്തത് ആഡ് ഫോട്ടോ, ക്ലിക്ക് ചെയ്തു. ഓക്കെ, പ്ലസ് എന്ന ഓക്കെ പ്ലസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. സോ വീണ്ടും ഗാലറിയിലേക്ക് പോകുന്നു, വീണ്ടും ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീമായിട്ടുള്ള ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. അതിനുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. വീണ്ടും ആസ്കിങ് എന്നുള്ളടത്ത് നമ്മൾ എന്താവുന്നു, അടുത്തൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ഈ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ആ കാര്യം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാം. സോ ഫോട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ക്ലിയറുള്ള ഫോട്ടോ മാക്സിമം വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോംപ്റ്റ് നിങ്ങൾ എങ്ങനെ പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താവും
അടിപൊളിയായിട്ട് ഇവർ തരുന്നതാണ്. അപ്പം നിങ്ങൾ ഫോട്ടോ അത്യാവശ്യം ക്ലിയർ വരണം, നിങ്ങളുടെ മുഖം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്ന ഫോട്ടോ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖമായിട്ട് തന്നെ നിങ്ങൾ കാണാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ മുഖത്തിൽ. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലും പ്രോസസ്സിങ്ങിലാണ്. സോ ഗെയ്സ്, അതാ നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട് ഗെയ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഫോട്ടോ എന്തായിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. സോ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. സോ അപ്പോൾ നമ്മൾ അടുത്ത പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ലയണൽ മെസ്സിയോടൊപ്പം നിൽക്കുന്ന രീതിയിൽ ആ ഒരു ഇമേജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഏതായാലും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോംപ്റ്റിൽ നിങ്ങൾ ടീമിൻ്റെ പേര്, അതുപോലെ ലയണൽ മെസ്സി എന്നുള്ളത് നിങ്ങൾക്ക് റൊണാൾഡോ ആക്കാം, നെയ്മർ ആക്കാം. സോ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളുടെ ഫാൻസിനനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലിബ്രിറ്റീസായിട്ട് ആരെ വേണമെങ്കിലും അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ ഈ ഇമേജ് വരുന്നതിന് മുമ്പ് നമുക്ക് അടുത്തൊരു പ്രോംപ്റ്റ് തയ്യാറാക്കാം. സോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താവാം ഇമേജസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നല്ല ഫോട്ടോസ്, നല്ല ഒരു പ്രോംപ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്താവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത്തരത്തിൽ അടിപൊളിയായിട്ടുള്ള ഇമേജ്. സോ അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് തന്നെ എന്താവാം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത്ര അടിപൊളിയായിട്ടാണ് ഇവർ നമുക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോസ് തരാം. നിങ്ങൾക്ക് തന്നെ കഴിയും എത്രത്തോളം അടിപൊളിയാണെന്ന്. ഗെയ്സ്, നിങ്ങൾക്ക് തന്നെ ഫോട്ടോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോ വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസ് വരുന്നതായിരിക്കും. സോ എൻ്റെ മുഖച്ചായ എന്ന് പറയാനൊന്നുമില്ല, വലിയ രീതിയിലൊന്നുമില്ല, എന്നാൽ ചെറിയ രീതിയിൽ ചെറിയൊരു കട്ടില്ല ഇല്ലേ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. സിമ്പിളായിട്ട് നമ്മുടെ ഏത് ഇമേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ. അപ്പം നിങ്ങൾക്കും ഇനി എന്താവാ ഇതുപോലെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ കറക്റ്റായിട്ടത് മനസ്സിലാക്കിയിട്ടെന്ന് കരുതുന്നു. പ്രോംപ്റ്റും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഒരു പിക്ചർ കൂടി നമുക്ക് ചെയ്യാനുണ്ട്, പക്ഷെ നമ്മൾ അധികം ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ പ്രോംപ്റ്റിനനുസരിച്ചായിരിക്കും പിക്ചർ വരുന്നത്. ആ കാര്യം നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.